വേളയിൽ ഞാൻ പാടും ഹല്ലേലൂയ. ദാവീദെ പോലെ ഞാൻ പാടിടും ഹല്ലേലൂയ. യേശുവിനായി ഞാൻ പാടിടും ഹല്ലേലൂയ. ദാവീദെ പോലെ ഞാൻ പാടിടും ഹല്ലേലൂയ. യേശുവിനായി ഞാൻ പാടിടും ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ക്രിസ്തുവിൻ കഷ്ടങ്ങളിൽ ഞാൻ പാടും ഹല്ലേലൂയ. അഗ്നിശോധനയിലും ഞാൻ പാടും ഹല്ലേലൂയ. ക്രിസ്തുവിൻ കഷ്ടങ്ങളിൽ ഞാൻ പാടും ഹല്ലേലൂയ. അഗ്നിശോധനയിലും ഞാൻ പാടും ഹല്ലേലൂയ. തേജസ്സിൻ പ്രത്യക്ഷതയിൽ ഞാൻ പാടും ഹല്ലേലൂയ. ആത്മാവിൻ നിറവിൽ ഞാൻ പാടും ഹല്ലേലൂയ. തേജസ്സിൻ പ്രത്യക്ഷതയിൽ ഞാൻ പാടും ഹല്ലേലൂയ. ആത്മാവിൻ നിറവിൽ ഞാൻ പാടും ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. TV പ്രേക്ഷക സംഗമം തിരുവല്ലയിൽ ഏപ്രിൽ 22 ബുധനാഴ്ച രാവിലെ 10:30 മുതൽ. സ്ഥലം വിൽവേഴ്സ് യൂത്ത് സെന്റർ ഹാൾ, ഓപ്പോസിറ്റ് എലൈറ്റ് ഹോട്ടൽ, നിയർ KSRTC ബസ് സ്റ്റാൻഡ്. TV പ്രേക്ഷക സംഗമം തൃശൂർ ഏപ്രിൽ 23 വ്യാഴാഴ്ച രാവിലെ 10:30 മുതൽ. സ്ഥലം ജോണക്കര മെമ്മോറിയൽ ഹാൾ, ഒല്ലൂർ. കർത്താവിൻ്റെ ശ്രേഷ്ഠനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസം തന്ന സ്വർഗീയ പിതാവിന് നമുക്ക് നന്ദി പറയാം. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് കുറച്ച് കൺഫെഷൻ വേർഡ്സുകളാണ്. ആ കൺഫെഷൻ വേർഡ്സ് അത് കേൾക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങളും കൺഫസ് ചെയ്യണം. സാഹചര്യങ്ങളിൽ ദൈവശബ്ദം കേൾക്കുകയും ദൈവജനത്തെ ഏറ്റുപറയുകയും ചെയ്യുന്നൊരു വ്യക്തി അതിനെ നിഷ്പ്രയാസം ജയിക്കുവാനിടയാകും. ഇന്നത്തെ മെസ്സേജ് കേൾക്കുമ്പോൾ നിങ്ങൾ പറയുന്ന ഓരോ വേർഡ്സും അത് എഴുതി വെച്ചാട്ടെ. ആ കൺഫെഷൻ വേർഡ്സുകൾ ഒരു പേപ്പറിൽ എഴുതി വെച്ചിട്ട് നിങ്ങളുടെ ലൈഫിൽ അതിനെ ഉരുവിട്ടാട്ടെ. ആ ദൈവജനത്തോടൊപ്പം നിങ്ങളായിരുന്നാട്ടെ. നമുക്ക് മെസ്സേജിലേക്ക് പോകാം. Say to your neighbor, supernatural things are going to happen today. അടുത്ത് നിൽക്കുന്ന വ്യക്തികളോട് പറഞ്ഞത് അസാധാരണമായ ചില കാര്യങ്ങൾ Get ready for a miracle. അതിന് അത്ഭുതങ്ങൾക്ക് വേണ്ടി കാത്തിരുന്നാട്ടെ. Get ready for a miracle. അതിനുവേണ്ടി തയ്യാറെടുത്താട്ടെ. അത്ഭുതങ്ങൾക്ക് വേണ്ടി തയ്യാറെടുത്താട്ടെ. Come on, worship him. ദൈവത്തെ സ്തുതിച്ചാട്ടെ. Please be seated. ഇരുന്നാലും Something supernatural is going to happen today. ചില അസാധാരണമായ കാര്യങ്ങൾ ഇന്ന് സംഭവിക്കാനായി പോകുന്നു. World facing a very big war. ലോകം ഒരു വലിയ യുദ്ധത്തെ People നേരിട്ടുകൊണ്ടാണ് are saying maybe it's going to be a third war. ഇത് ആൾക്കാർ പറയുന്നത് ഇത് മൂന്നാം ലോക മഹായുദ്ധമാണെന്ന് പറയുന്നുണ്ട്. The consequence of the war now we are facing even in India. യുദ്ധത്തിന്റെ ചില കാര്യങ്ങൾ നമ്മൾ ഇന്ത്യയിൽ ഇപ്പോൾ ഫേസ് When I ചെയ്തുകൊണ്ടിരിക്കുന്നു. try to order some food today, some dishes are not there. ഞാൻ ഇന്നൊരു ഉച്ചയ്ക്ക് വേണ്ടി ആഹാരം ഓർഡർ ചെയ്യുന്ന സമയത്ത് ചില ഡിഷസ് അതിന് കിട്ടാനില്ലെന്ന് അവർ പറയാനുണ്ട്. Shortage of gas. കാരണം ഗ്യാസിന്റെ ഷോർട്ടേജ് കൊണ്ട് അത് കിട്ടുന്നില്ല. Most of the hotels are closed in Trivandrum town. ട്രിവാൻഡ്രം ടൗണിൽ പല ഹോട്ടലുകളും അടഞ്ഞു കിടക്കുന്നു. Even if you go to the town, we can't get every dishes. Very few dishes we can get it. നിങ്ങൾ തുറന്നിരിക്കുന്ന കടകളിൽ പോയാൽ പോലെ എല്ലാ ഡിഷസും അവിടെ കിട്ടുന്നില്ല. So the effect to our spirit mind also. ആ യുദ്ധത്തിന്റെ എഫക്റ്റ് ഇപ്പൊ നമ്മുടെ മനസ്സിനെയും ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു. I don't know what is going to happen. എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് എനിക്കറിയുന്നില്ല. Oh, serious things may come. ചില സീരിയസ് ആയ കാര്യങ്ങൾ വരാൻ പോകുന്നു. If there is no gas, how can I cook? ഗ്യാസ് ഇല്ലാതായി പോയാൽ ഞാൻ എങ്ങനെ പാചകം ചെയ്യും? So maybe it's affect to my business. അത് എൻ്റെ ബിസിനസിനെ അത് ബാധിക്കാനിടയാകും. Maybe the financial recession may come. സാമ്പത്തിക മാന്ദ്യം ചിലപ്പോൾ 2-3 മാസത്തിനകത്ത് വരാനിടയാകും. I don't know how can I serve. എങ്ങനെ ഞാൻ അതിനെ കടന്നു പോകുമെന്ന് എനിക്കറിയത്തില്ല. ചിലർ അങ്ങനെ ചിന്തിക്കും.
So when I am in Dubai, most of the people are in Dubai, they are worried about their future. ഞാൻ ദുബായിലായിരുന്ന സമയത്ത് ദുബായിലായിരിക്കുന്ന പല ആൾക്കാരും അവരുടെ ഭാവിയെക്കുറിച്ച് ഓർത്ത് ദുഃഖിച്ച് അല്ലെങ്കിൽ ആകുലതപ്പെട്ടാണ് ഇരിക്കുന്നത്. They lose their joy. അവരുടെ സന്തോഷം നഷ്ടപ്പെട്ടു. In this season, most of the people say, what to do? How can I do? How can I survive? What is going to happen? We don't know. We can hear the word, don't know what to do. ഈ കാലഘട്ടത്തിൽ ആൾക്കാർ ചിന്തിക്കുന്നത് എന്ത് ചെയ്യും എന്നാണ്. നമ്മൾ എന്ത് ചെയ്യുമെന്നുള്ള കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ നമ്മൾ കേൾക്കുവാൻ ഇടയാകുന്നത്. We remember what prophecy, what word God given to us. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, ദൈവം നമ്മളോട് തന്ന പ്രവചനം എന്താണെന്ന്. In the midst of the financial crisis, we are going to grow, we are going to buy land. സാമ്പത്തിക മാന്ദ്യമുള്ള സമയത്ത് നമ്മൾ വളരുവാനായി പോകുന്നു, നമ്മൾ സ്ഥലങ്ങൾ വാങ്ങുവാനായി പോകുന്നു. Hallelujah. If you have one house, buy one more house now. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു വീടാണുള്ളതെങ്കിൽ നിങ്ങൾ ഒരു വീടും കൂടെ വാങ്ങിച്ചു. If you don't have a business, start a new business now. നിങ്ങൾക്ക് ഒരു ബിസിനസ്സും ഇല്ലാതാണ് ഇരിക്കുന്നതെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങിയാട്ടെ. If you are facing crisis, I challenge you, you are going to be an answer to the crisis. Amen. നിങ്ങൾ ക്രൈസിസിനെയാണ് നേരിടുന്നതെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം, നിങ്ങൾ ആ ക്രൈസിസിന് ഒരു ഉത്തരമാകാൻ പോകുകയാണ്. Because you are a child of God. കാരണം നിങ്ങൾ ദൈവത്തിന്റെ പുത്രനാണ്. The famine not going to affect you. ഈ സാമ്പത്തിക മാന്ദ്യം നിങ്ങളെ ഒരിക്കലും ബാധിക്കുകയില്ല. In the famine time, you are going to grow very high. നിങ്ങൾ ഈ മാന്ദ്യമുള്ള സമയത്ത് നിങ്ങൾ ഉയർന്നു വലുതാകാൻ പോകുന്നു. If you read Old Testament, New Testament, we can see his signs there grow in the famine time. നമ്മൾ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നോക്കിയാൽ നമുക്കൊരു കാര്യമാണ്, മാന്ദ്യമുള്ള സമയത്താണ് ദൈവത്തിന്റെ മക്കൾ വളരുവാൻ ഇടയായത്. So you are going to grow in this season. ഞാനൊരു കാര്യം പറയാം, ഈ സമയത്താണ് നിങ്ങൾ വളരുവാനായി പോകുന്നത്. You are not going to lack anything. നിങ്ങൾക്കൊന്നും നഷ്ടപ്പെട്ടു പോകത്തില്ല. You will see sufficiency in every area. നിങ്ങൾ എല്ലാത്തിലും സമൃദ്ധി പ്രാപിക്കുവാൻ ഇടയാകും. How many of you believe that? എത്ര പേർ അത് വിശ്വസിക്കുന്നു? You are going to live in sufficiency. നിങ്ങൾ സമൃദ്ധിയിൽ ജീവിക്കുവാൻ ഇടയാകും. Say to your neighbor, you are live in sufficiency. നിങ്ങൾ സമൃദ്ധിയിൽ ജീവിക്കുവാൻ You ഇടയാകും. live in abundance. നിങ്ങൾ സമൃദ്ധിയിൽ ജീവിക്കുക. Say to your neighbor, don't worry brother, the situation may be bad, but you will live in sufficiency and abundance. നിങ്ങൾ അടുത്തിരിക്കുന്ന വ്യക്തിയോട് പറഞ്ഞാൽ, ഭാരപ്പെടുന്ന സഹോദര, ഈ ലോകത്ത് ചിലപ്പോൾ കുറവുകളും ഇല്ലായ്മയും ഉണ്ടാകാം, പക്ഷേ നീ സമൃദ്ധിയിൽ ജീവിക്കുവാൻ ഇടയാകും. The world may be fall into drought, but we are going to grow in every area. ലോകം താഴ്ചയിലേക്ക് പോയെന്ന് വരാം, പക്ഷേ നമ്മൾ എല്ലാ മേഖലയിലും ഉയർച്ചയിലേക്ക് പോകാനായി പോകുന്നു. Every area you may be faced drought, but we will grow and double in every area. ലോക എല്ലാ മേഖലയും താഴ്ചയിലേക്കാണ് പോകുന്നതെങ്കിൽ നമ്മൾ അങ്ങനെയല്ല, നമ്മൾ എല്ലാ മേഖലയിലും ഉയർച്ചയിലേക്ക് പോകാനായി പോകുന്നു. Say to your neighbor, no more drought or no more famine. No more lacking. Instead of lacking, abundance everywhere. I will walk in the overflow blessing. I will walk in the overflow blessing. I will live in the overflow blessing. I will live in the abundance. Say and confess with me, I will live in the abundance. I will live in the overflow blessing. The goodness and mercy will follow me. The loving kindness, because I am in the loving kindness. Say to your neighbor, you will live in the abundance. Don't think about your future. Your future is pre-planned. Your Bible shows your future. Amen. These future books always show the futuric plan of your life. See your future in the Bible. You are going to fall in the famine. Wherever you go, you will see abundance. Abundance. Overflow. No more lacking. Daka
rakata rakaba rakasalakaba rakata rakaba rakata rakaba. Say to your neighbor, as long as you are in Christ Jesus അടുത്ത വ്യക്തിയോട് പറഞ്ഞ നീ ക്രിസ്തുവിലായിരിക്കുന്നിടത്തോളം കാലം and yielded to His word and guidance, അവന്റെ ഗൈഡൻസിലാണ് നീ ആയിരിക്കുന്നതെങ്കിൽ, yielded to His word and His spirit, അവന്റെ ആത്മാവിനെ അവന്റെ ആത്മാവിനെ you will untouchable in devil can't touch you. നീ അവന്റെ ആത്മാവിനകത്ത് ആത്മാവിന്റെ കൂടെയാണ് നടക്കുന്നതെങ്കിൽ പിശാചിന് നിന്നെ തൊടുവാനായി സാധിക്കത്തില്ല. You are an untouchable person. നിന്നെ തൊടുവാൻ സാധിക്കാത്ത വ്യക്തിയായി മാറ്റപ്പെടും. Are you sure? നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? Say with me, as long as I am in Christ, ഞാൻ ക്രിസ്തുവിലായിരിക്കുന്നിടത്തോളം കാലം yield to His word അവന്റെ വചനത്തോടൊപ്പം നടക്കുമ്പോൾ, or live with His word, അവന്റെ വചനത്തിന്റെ കൂടെ നടക്കുമ്പോൾ, guided by the Spirit, ആത്മാവിനാൽ നയിക്കപ്പെടുമ്പോൾ, I am untouchable. എന്നെ തൊടുവാനായി സാധ്യമല്ല. I will walk in the blessings. ഞാൻ അനുഗ്രഹത്തിൽ ജീവിക്കുവാൻ ഇടയാകും. As long as I am in Christ ഞാൻ ക്രിസ്തുവിലായിരിക്കുന്നിടത്തോളം കാലം and yielded to the Spirit ഞാൻ പരിശുദ്ധാത്മാവിന്റെ കൂടായിരിക്കുമ്പോൾ, and guided by the Spirit, പരിശുദ്ധാത്മാവിനെ നയിക്കപ്പെടുമ്പോൾ, I am untouchable. എന്നെ തൊടുവാനായി സാധ്യമല്ല. Come on, I am untouchable. എന്നെ തൊടുവാൻ ആർക്കും സാധ്യമല്ല. I am untouchable. എന്നെ തൊടുവാൻ ആർക്കും സാധ്യമല്ല. I will walk in always blessing. ഞാൻ എല്ലായ്പ്പോഴും അനുഗ്രഹത്തിൽ നടക്കും. I will walk in the blessings. ഞാൻ അനുഗ്രഹത്തിൽ നടക്കും. I am untouchable. എന്നെ തൊടുവാൻ സാധ്യമല്ല. അടുത്തിരിക്കുന്നവരോട് പറ, I am untouchable. എന്നെ തൊടുവാൻ സാധ്യമല്ല. എന്നെ തൊടാൻ കിട്ടില്ല. എന്നെ തൊടാൻ കിട്ടില്ല. ഡ്രൗട്ട്സിനെ എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യമുള്ള മരുഭൂമിക്ക് അല്ലെങ്കിൽ ക്ഷാമത്തിന് എന്നെ തൊടാൻ കിട്ടത്തില്ല. I am untouchable. എന്നെ തൊടാൻ പറ്റില്ല. ഒന്ന് ചിരിച്ചോണ്ട് പറ. അടുത്തിരിക്കുന്ന ആളെ നോക്കിയിട്ട് പറ, I am untouchable. എന്നെ തൊടാൻ സാധ്യമല്ല. I live in blessings. ഞാൻ അനുഗ്രഹത്തിൽ ജീവിക്കും. I live in the blessings. ഞാൻ അനുഗ്രഹത്തിൽ ജീവിക്കും. I'll walk in the ഞാൻ blessings. അനുഗ്രഹത്തിൽ നടക്കും. Hallelujah. Hallelujah. I live only in the victory. ഞാൻ ജയത്തിൽ മാത്രമാണ് ജീവിക്കുന്നത്. Hallelujah. Walk in the inheritance. അവകാശങ്ങളിൽ നടന്നാട്ടെ. Walk in your inheritance. നിന്റെ അവകാശങ്ങളിൽ നടന്നാട്ടെ. Present our inheritance. ഈ സമയത്തുള്ള അവകാശങ്ങളിൽ I live in my present our realities. ഞാൻ ഇപ്പോൾ ജീവിക്കുന്നത് ഈ നിമിഷമുള്ള എന്റെ വാഗ്ദത്തങ്ങളിലാണ്. An inheritance. എന്റെ അവകാശങ്ങളിൽ I am untouchable. എന്നെ തൊടുവാനായി സാധ്യമല്ല. I am untouchable. എന്നെ തൊടുവാനായി സാധ്യമല്ല. നിങ്ങൾ വിചാരിക്കുന്നു നിങ്ങൾ ഈ ലോകത്തിലുള്ള ആളുകളെ തൊടട്ടെ, നമ്മളോ ലോകത്തിൽ നിന്ന് എടുക്കപ്പെട്ടവരാണ്. The world can touch the worldly people, but I am not from the world. I am out of the world. Amen. God took me out of the world. ലോകത്തിലുള്ള ആൾക്കാരെ ലോകം തൊടും, പക്ഷേ ഞാൻ ലോകത്തിലുള്ളവനല്ല. എന്റെ ദൈവമോ ലോകത്തിൽ നിന്ന് എന്നെ വേർതിരിച്ച് അവന്റെ രാജ്യത്തിലാക്കി വെച്ചിരിക്കുന്നു. My future is pre-planned. എന്റെ ഭാവി നേരത്തെ നിർണയിക്കപ്പെട്ടതാണ്. My future is in a blessing. എന്റെ ഭാവി അനുഗ്രഹത്തിലാണ്. I will live in the blessing in my future. ഞാൻ എന്റെ ഭാവി അനുഗ്രഹത്തിൽ ജീവിക്കാൻ ഇടയാകും. The blessing is my present time reality. അനുഗ്രഹം എന്ന് പറയുന്നത് ഈ നിമിഷത്തെ എന്റെ യാഥാർത്ഥ്യമാണ്. I will always live with the victory. ഞാൻ എപ്പോഴും അനുഗ്രഹത്തിൽ ജീവിക്കും. Come on. Don't listen to the world. Listen to the news. Listen to the economic people. ലോകത്തിലെ വാർത്തകളെയോ ലോകത്തിലെ സാമ്പത്തിക വിദഗ്ധരെയോ നിങ്ങൾ കേൾക്കുവാൻ ഇടയാകരുത്. My God എന്റെ ദൈവം can change a nation's economy within 1 minute. എന്റെ Amen. ദൈവത്തിന് രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയെ ഒറ്റ നിമിഷം കൊണ്ട് മാറ്റുവാനായി സാധിക്കും. My financial economical things are controlled by God. എന്റെ സാമ്പത്തിക കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത് എന്റെ ദൈവമാണ്. I'm in His overflow blessing. ഞാൻ അവന്റെ കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിനകത്താണ് ആയിരിക്കുന്നത്. Make a joyful noise. സന്തോഷത്തിന്റെ ഒരു സ്വരം ഉയർത്തിയാട്ടെ. Yay! Come on. Make a joyful noise. As long as I am in Christ
yielded to His word and His guidance, I am untouchable. ഞാൻ ദൈവത്തിന്റെ കൂടെയും ദൈവത്തിന്റെ ഗൈഡൻസിന് കൂടെയും പരിശുദ്ധാത്മാവിന്റെ കൂടെയാണ് നടക്കുന്നതെങ്കിൽ എന്നെ തൊടുവാനായി സാധ്യമല്ല. Please be seated. ഇരുന്നാല്. But our problem, നമ്മുടെ പ്രശ്നം, when we face issues, നമ്മുടെ പ്രശ്നങ്ങൾ നമ്മൾ നേരിടുന്ന സമയത്ത് we look at the issues നമ്മൾ ആ പ്രശ്നങ്ങളെ നോക്കി and hear from the issues. ആ പ്രശ്നങ്ങളിൽ നിന്ന് കേൾക്കുവാനിടയാകും. Our situations can speak to you, നമ്മുടെ സാഹചര്യങ്ങൾക്ക് നിങ്ങളോട് സംസാരിക്കാനായി പറ്റും. but don't listen to your situations. പക്ഷേ നിങ്ങളുടെ സാഹചര്യങ്ങളെ നിങ്ങൾ നോക്കരുത്, If you ചിന്തിക്കരുത്. are listening to your situations, നിങ്ങളുടെ സാഹചര്യങ്ങളെ, നിങ്ങളുടെ പ്രശ്നങ്ങളെയാണ് നിങ്ങൾ it നോക്കുന്നത്. give you doubtful mindset. നിങ്ങൾ സാഹചര്യങ്ങളെയാണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് സംശയകരമായ മനസ്സിനെ അത് കൊണ്ടുവരുവാൻ ഇടയാകും. You will live in a doubtful mindset. നിങ്ങൾക്ക് സംശയമുള്ള ഒരു മനസ്സിൽ നിങ്ങൾ ജീവിക്കുവാൻ ഇടയാകും. You will lose your hope. നിങ്ങളുടെ പ്രതീക്ഷകൾ നിങ്ങൾക്ക് നഷ്ടപ്പെടും. You will lose your faith. നിങ്ങളുടെ വിശ്വാസം നിങ്ങൾ നഷ്ടപ്പെടും. Don't look at your situation. Don't listen from your situation. നിങ്ങളുടെ സാഹചര്യങ്ങളെ നോക്കരുത്, സാഹചര്യങ്ങളെ ശ്രദ്ധിക്കരുത്. When we started to hear from the situations can speak to you. നീ സാഹചര്യത്തോട് സംസാരിക്കാനായി തുടങ്ങുമ്പോൾ സാഹചര്യം നിന്നോട് സംസാരിക്കാനായി Don't തുടങ്ങും. listen to your situations. നിന്റെ സാഹചര്യത്തെ നീ ശ്രദ്ധിക്കരുത്. നമ്മുടെ മുൻപിൽ വരുന്ന എല്ലാ സാഹചര്യങ്ങളും നമുക്ക് സന്തോഷം പകരുന്നതായിരിക്കത്തില്ല. പക്ഷെ ആ സാഹചര്യങ്ങളെ നമ്മൾ നോക്കിയാൽ സാഹചര്യം നമ്മളോട് ചിലത് സംസാരിക്കും. ആ സാഹചര്യം സംസാരിക്കുന്നതാണ് നമ്മൾ കേൾക്കുന്നതെങ്കിൽ അത് നമ്മളിൽ കൺഫ്യൂഷനുകളെ കൊണ്ടുവരും. അതുകൊണ്ട് ആ സാഹചര്യങ്ങളിൽ എന്നെ സങ്കടപ്പെടുത്തുന്നതെന്ന് തോന്നുന്ന, അല്ലെങ്കിൽ എനിക്ക് ശരിയായ വിധത്തിൽ മുൻപോട്ട് പോകാൻ കഴിയുമോ എന്ന് ചിന്തിപ്പിക്കുന്ന സാഹചര്യങ്ങളിൽ ദൈവജനത്തെ കൺഫസ് ചെയ്യുകയും അവൻ്റെ വാഗ്ദത്തങ്ങളെ കൺഫസ് ചെയ്യുകയും ചെയ്താട്ടെ. അത് നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്ന മാറ്റം വളരെ വലുതായിരിക്കും. കർത്താവ് നിങ്ങളെ എല്ലാ വിധത്തിലും എല്ലാ നന്മകൾ കൊണ്ട് നിറയ്ക്കട്ടെ. നമുക്കിനി ചില സാക്ഷ്യങ്ങളിലേക്ക് പോകാം. സിസ്റ്ററെ, കർത്താവ് തൻ്റെ ജീവിതത്തിൽ നൽകിയ വലിയ അത്ഭുതത്തെയാണ് ഈ സിസ്റ്ററിനെ സാക്ഷ്യപ്പെടുത്താനായിട്ടുള്ളത്. ഈ സിസ്റ്ററിൻ്റെ പേര് എൽസ അജീഷ്, കഴക്കൂട്ടം എന്ന സ്ഥലത്ത് നിന്ന് വരുന്നു. സിസ്റ്ററിന് വർഷങ്ങളായി മൈഗ്രെയിൻ ഉണ്ടായിരുന്നു. എന്നാൽ 7 വർഷമായി അതികഠിനമായ തലവേദനയായിരുന്നു. ദൈനംദിന ജോലികൾ പോലും ചെയ്യാൻ കഴിയാത്ത തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. ദിവസവും 4-5 പ്രാവശ്യം ടാബ്ലറ്റ് കഴിച്ചാലും ചിലപ്പോൾ മാറിയിരുന്നില്ല. എന്നാൽ 2 ആഴ്ച മുന്നേ ബ്രദറിനോട് ഈ കാര്യം പറഞ്ഞ് പ്രാർത്ഥിച്ചു. ബ്രദർ ഇങ്ങനെ പറഞ്ഞു, ആരോടെങ്കിലും ക്ഷമിക്കുവാനുണ്ടെങ്കിൽ ക്ഷമിച്ച് പ്രാർത്ഥിക്കുവാൻ പറഞ്ഞു. സിസ്റ്ററിന് അപ്പോൾ ആരോടെങ്കിലും ക്ഷമിക്കാനുണ്ടോ എന്ന് ഓർമ്മ വന്നില്ല. അതുകൊണ്ട് സിസ്റ്റർ, എനിക്ക് ഓർമ്മയിലുണ്ടെങ്കിലും ഇല്ലെങ്കിലും കർത്താവെ, ഞാൻ ആരോടെങ്കിലും ക്ഷമിക്കുവാനുണ്ടെങ്കിൽ നിന്നോട് ക്ഷമ ചോദിച്ച് ഞാൻ പ്രാർത്ഥിക്കുകയാണെന്ന് പറഞ്ഞു. സിസ്റ്റർ പറയുന്നത്, അതിനുശേഷം ഇതുവരെ തനിക്ക് തന്നെ അലട്ടിയിരുന്ന മൈഗ്രെയിൻ ഉണ്ടായിട്ടില്ല. ഒപ്പമുണ്ടായിരുന്ന ജോയിൻസ് പെയിനും അന്ന് മാറിപ്പോയി. കർത്താവ് തന്നെ ആ രോഗത്തിൽ നിന്ന് പൂർണ്ണമായി വിടുതൽ നൽകിയെന്നാണ്. മിക്കവാറും എൽസ പറയാറുണ്ട്, തലവേദനയാണ്, ജോലിക്ക് പോയി കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പം ആഹാരം കഴിക്കത്തില്ല, പോയി കിടക്കും. ജോലിക്ക് പോകുന്ന സമയത്ത് വളരെ ബുദ്ധിമുട്ടായിരുന്നു, ഒത്തിരി പ്രയാസം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം പ്രാർത്ഥിച്ചതിന് ശേഷം എന്താ ഉണ്ടായെന്ന് പറയാമോ? ജോൺ ബ്രദർ എന്നോട് പറഞ്ഞായിരുന്നു ക്ഷമിക്കാനുണ്ടെങ്കിൽ ക്ഷമിച്ചു പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പം എനിക്ക് ഓർമ്മയിലില്ലായിരുന്നു. അപ്പം ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, എൻ്റെ ഓർമ്മയിലില്ലാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ദൈവസന്നിധിയിൽ മാപ്പ് ചോദിക്കുന്നു എന്ന് പറഞ്ഞു. അന്ന് തൊട്ട് ഇതുവരെ എനിക്ക് മൈഗ്രൈൻ്റെ പ്രശ്നമില്ല. 2 ആഴ്ചയായി. 2 ആഴ്ച ഇങ്ങനെ തലവേദന ഇല്ലാതിരിക്കുകയില്ല. എനിക്ക് സാധാരണ ചൂടിൻ്റെ ഇതൊക്കെ വരുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ചിലപ്പോൾ രാവിലെ എണ്ണീക്കുമ്പോൾ മുതൽ തലവേദനയായിരിക്കും. അപ്പോൾ എണ്ണീക്കുമ്പോൾ ആദ്യം ചെയ്യുന്നത് ടാബ്ലറ്റ് കഴിക്കുവാണ്. എന്നിട്ടൊരു 4-5 മണിക്കൂർ കഴിഞ്ഞ് കുറഞ്ഞില്ലേ വീണ്ടും കഴിക്കും. അങ്ങനെ ഒരു ദിവസം ഫുള്ള്, ചിലപ്പോൾ 2 ദിവസമൊക്കെ തലവേദനയായിരിക്കും. ഇപ്പം ഈ 2 ആഴ്ചയായിട്ട് ഒരു കുഴപ്പമില്ല. എത്ര വർഷത്തോളം ഇങ്ങനെ പ്രയാസം ഉണ്ടായിരുന്നു? എനിക്ക് 7 വർഷമായിട്ടാണ് കൂടിയത്. അതിനു മുമ്പ് ചെറിയതായിട്ടേ ഉള്ളായിരുന്നു. 7 വർഷത്തോളം കുറഞ്ഞതുണ്ടായിരുന്നു. എന്നാൽ ഇതുപോലെ 2 ആഴ്ചയായിട്ട് തലവേദന ഇല്ലാതിരുന്നിട്ടില്ല. കർത്താവ് കൊടുത്ത സൗഖ്യത്തിനായി സ്തോത്രം ചെയ്യാം. താങ്ക് യു ജീസസ്. ഓസ്ട്രേലിയയിൽ ഒരു നേഴ്സായിട്ട് വർക്ക് ചെയ്യാണ്. അങ്ങനെ ഒരു വ്യക്തിയാണ് വന്ന് സാക്ഷ്യപ്പെടുത്തുന്നത്. കർത്താവ് കൊടുത്ത സൗഖ്യത്തിനായിട്ടൊന്ന് സ്തോത്രം ചെയ്താട്ടെ. താങ്ക് യു ജീസസ്. 5.5 വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലായിരുന്നു. ഒരു ഉദരഫലത്തെ കൊടുത്ത് ദൈവം അനുഗ്രഹിച്ച സാക്ഷ്യവുമായിട്ടാണ് ഈ ദമ്പതികൾ നമ്മുടെ മുന്നിലായിരിക്കുന്നത്. താങ്ക് യു ജീസസ്. താങ്ക് യു ജീസസ്. സിസ്റ്ററിൻ്റെ പേര് എൽസ. സിസ്റ്റർ നേഴ്സാണ്. ഓസ്ട്രേലിയയിലാണ് ഇവർ താമസിക്കുന്നത്. വിവാഹം കഴിഞ്ഞ് 5.5 വർഷമായി. ഒരിക്കൽ പോലും പ്രഗ്നൻ്റ് ആയിട്ടില്ല.
അങ്ങനെ കഴിഞ്ഞ ഫെബ്രുവരി 1 നാട്ടിൽ വന്നു. നാട്ടിൽ വന്ന് ട്രീറ്റ്മെൻറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചാണ് നാട്ടിൽ വന്നത്. 2-ാം തീയതി നമ്മുടെ ചർച്ചിൽ കടന്നു വന്നു. ജോൺ ബ്രദറിനെ കണ്ട് പ്രാർത്ഥിച്ചു. പിന്നീട് നോർമലായിട്ട് തന്നെ സിസ്റ്റർ പ്രഗ്നൻ്റ് ആയി. ഒരു ട്രീറ്റ്മെൻറ്റേയും ആവശ്യമുണ്ടായില്ല. ഇപ്പോൾ സിസ്റ്റർ 6 വീക്സ് പ്രഗ്നൻ്റ് ആണ്. താങ്ക് യു ജീസസ്. ഐ മീൻ ഇത് നമ്മുടെ അനീഷ് ബ്രദറിൻ്റെ അനുജനും ഭാര്യയുമാണ്. എനിക്ക് തോന്നുന്നു നിങ്ങളെല്ലാവരും ഓർക്കുന്നുണ്ടാകും, ഇവർ നാട്ടിൽ വന്ന സമയത്ത് തന്നെ എൽസ ഒരു സാക്ഷ്യവുമായി നമ്മുടെ നടുവിലുണ്ടായിരുന്നു. എന്നാൽ അടുത്തതും കൂടെ പറയാൻ തക്കോണം കർത്താവ് ഇവരെ ബ്ലെസ് ചെയ്തോർത്ത് നന്ദി പറയാം. താങ്ക് യു ജീസസ്. 5 വർഷമായി വിവാഹം കഴിഞ്ഞിട്ട് ഒരു പ്രാവശ്യം പോലും ക്യാരി ആയിട്ടില്ല. പക്ഷേ ഐ മീൻ ഈ പ്രാവശ്യം വളരെ സന്തോഷത്തോടെ ഇവിടെ ആയിരിക്കുന്നു. ദൈവം കൊടുത്ത തലമുറയ്ക്കായി സ്തോത്രം. താങ്ക് യു ജീസസ്. ആമേൻ. ട്രീറ്റ്മെൻറ്റ് ചെയ്ത ഡോക്ടർ തന്നെ മുഴ ചുരുങ്ങിപ്പോയത് അത്ഭുതം എന്ന് സാക്ഷ്യപ്പെടുത്തിയ ഒരു അത്ഭുത സാക്ഷ്യവുമായിട്ടാണ് ഈ സിസ്റ്റർ നമ്മുടെ മുന്നിലായിരിക്കുന്നത്. സിസ്റ്ററിന്റെ പേര് ലിനി പ്രദീപ്. മേനങ്കോളം എന്ന സ്ഥലത്തു നിന്നാണ് കടന്നു വരുന്നത്. 6 മാസത്തിന് മുന്നേ സിസ്റ്ററിന് അതികഠിനമായ വയറുവേദന ഉണ്ടായി. സിസ്റ്റർ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ടു. സ്കാൻ ചെയ്തപ്പോൾ 8 mm ഒരു സിസ്റ്റം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു 5 mm വരെ ഉള്ളതാണെങ്കിൽ നമുക്ക് ടാബ്ലറ്റ് വെച്ച് മാനേജ് ചെയ്യാമായിരുന്നു. പക്ഷേ ഇത് കീഹോൾ സർജറി വേണം, ഉടനെ തന്നെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷേ സിസ്റ്റർ ട്രീറ്റ്മെൻറ്റിന് പോയില്ല. ചർച്ചിൽ കടന്നു വന്ന് ബ്രദറിനെ കണ്ട് പ്രാർത്ഥിച്ചു. ബ്രദർ മുഴ ചുരുങ്ങി പോകാൻ വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. അതിനുശേഷം 6 മാസത്തിന് ശേഷം സിസ്റ്ററിന് വീണ്ടും ബ്ലീഡിങ് വന്നു. ബ്ലീഡിങ് വന്നപ്പോൾ വീണ്ടും ഡോക്ടറെ കണ്ടു. ആ ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ വഴക്ക് പറഞ്ഞു, സിസ്റ്റ് വലുതായി കാണും, ഉടനെ തന്നെ സ്കാൻ ചെയ്ത് സർജറി വേണമെന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെ പിറ്റേ ദിവസം സ്കാൻ ചെയ്ത് റിപ്പോർട്ടുമായിട്ട് ഡോക്ടറിൻ്റെ അടുത്ത് ചെന്നു. ഡോക്ടർ നോക്കിയപ്പോൾ ആ സിസ്റ്റ് അവിടെ ഇല്ലായിരുന്നു, അത് ചുരുങ്ങിപ്പോയി. ഡോക്ടർ ചോദിച്ചു വേറെ ട്രീറ്റ്മെൻറ്റിന് പോയിരുന്നോ എന്ന്. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു ട്രീറ്റ്മെൻറ്റിന് പോയില്ല, ഞങ്ങൾ ചർച്ചിൽ പോയി. അപ്പോൾ ആ ഡോക്ടർ ചർച്ചിൻ്റെ ഡീറ്റെയിൽസ് ചോദിച്ചു. എന്നിട്ട് ഡോക്ടർ തന്നെ പറഞ്ഞു ഇത് അത്ഭുതമാണ് എന്ന് സാക്ഷ്യപ്പെടുത്തി. താങ്ക് യു ജീസസ്. ഐ മീൻ ഇത് ഒരു ശുശ്രൂഷ കുടുംബമാണ്. കഴക്കൂട്ട് മേനംകുളത്തു നിന്ന് വരുന്ന ലിനി എന്ന് പറയുന്നതിനേക്കാൾ ഉപരിയായിട്ട് നമ്മുടെ ചർച്ചിൽ മിനിസ്റ്റർ ചെയ്യുന്ന പ്രദീപന്റെ വൈഫാണ്. ഐ മീൻ എനിക്ക് ഒത്തിരി പ്രയാസമായിരുന്നു. ചില സമയത്ത് ബ്ലീഡിംഗ് ആയിട്ട് ജോലിക്ക് പോലും പോകാൻ പറ്റാത്ത പ്രയാസത്തിലായിരുന്നു. എന്നാൽ ഇങ്ങനെ ഒരു കാര്യം കർത്താവ് ചെയ്തു ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാൻ ഇപ്പോൾ യാതൊരു പ്രയാസവും ഇല്ല. ഐ മീൻ താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. TV പ്രേക്ഷക സംഗമം തിരുവല്ലയിൽ ഏപ്രിൽ 22 ബുധനാഴ്ച രാവിലെ 10:30 മുതൽ. സ്ഥലം വിൽവേഴ്സ് യൂത്ത് സെന്റർ ഹാൾ, ഓപ്പോസിറ്റ് എലൈറ്റ് ഹോട്ടൽ, നിയർ KSRTC ബസ് സ്റ്റാൻഡ്. TV പ്രേക്ഷക സംഗമം തൃശൂർ ഏപ്രിൽ 23 വ്യാഴാഴ്ച രാവിലെ 10:30 മുതൽ. സ്ഥലം ജോണക്കര മെമ്മോറിയൽ ഹാൾ, ഒല്ലൂർ. കർത്താവിൻ്റെ സ്നേഹത്തിനും കൃപയ്ക്കുമായി നന്ദി പറയാം. ഓരോ സാക്ഷ്യങ്ങളും കേൾക്കുമ്പോൾ ദൈവം അവരുടെ ജീവിതത്തിൽ കൊടുത്ത വെളിച്ചത്തെ നമുക്ക് കാണാം. ഇരുട്ടിലായിരുന്ന ഓരോ വ്യക്തികളെയും അവൻ വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്ന് ആ പുത്രൻ്റെ രാജ്യത്തിലാക്കി വെച്ച് അവരെ സമാധാനത്തിലാക്കുന്നത് കാണാം. ആ സമാധാനത്തിലും സന്തോഷത്തിലേക്കുമാണ് കർത്താവ് നമ്മളെയും കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് ഏത് സാഹചര്യത്തിലും സമാധാനത്തോടെ ആയിരുന്നാട്ടെ, സന്തോഷത്തോടെ ആയിരുന്നാട്ടെ, ഐ മീൻ നീ ഒരു ദൈവവൈതലാണെന്ന ബോധ്യത്തോടെ ആയിരുന്നാട്ടെ. ഒരു നിമിഷം നമുക്ക് കണ്ണുകളെ അടയ്ക്കാം. അപ്പോൾ അതിനോടൊപ്പം ആയിരിക്കുന്ന ഓരോ കുടുംബങ്ങളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവ്, ഞങ്ങൾ കേൾക്കുന്ന ദൈവവചനം അല്ല, ഞങ്ങൾ അനുഭവിക്കുന്ന ആ സാന്നിധ്യം, അത് കർത്താവ് ഞങ്ങളോട് ഐ മീൻ ഞങ്ങളോട് കാണിക്കുന്ന സ്നേഹത്തെയും അല്ലെങ്കിൽ ആ വാക്തത്വത്തെയും ഒക്കെ നിവൃത്തീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കർത്താവെ ഞങ്ങൾക്കത് അനുഭവിക്കുവാനായി കഴിയും. ഓരോ ദൈവവചനവും ഞങ്ങളോട് സംസാരിക്കുന്നതാണ്. അത് ഞങ്ങളുടെ ലൈഫിൽ ചിലത് ഉളവാക്കുന്നുണ്ട്. കർത്താവെ ഇന്ന് കേട്ട ദൈവവചനം സാഹചര്യങ്ങളിൽ എങ്ങനെ ദൈവവചനത്തോടൊപ്പം അല്ലെങ്കിൽ ദൈവിക ഉദ്ദേശത്തോടൊപ്പം പിശാചിൻ്റെ തന്ത്രങ്ങളിൽ നിന്ന് പുറത്തു വന്ന് എങ്ങനെ കർത്താവിൽ ബലപ്പെടാമെന്ന് കർത്താവെ അവിടുന്ന് ഞങ്ങളോട് സംസാരിച്ചതിനായി നന്ദി പറയുന്നു. കർത്താവെ ഈ കുടുംബങ്ങളിൽ ദൈവത്തിൻ്റെ കൃപ ചലിക്കട്ടെ. അപ്പാ കർത്താവെ മെൻ്റൽ പ്രഷറിലായിരിക്കുന്നവർ കർത്താവെ നിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്ന കർത്താവെ. അപ്പോൾ ഈശോയെ അവർ അനുഭവിക്കുന്ന ആ സാഹചര്യങ്ങളുടെ നടുവിൽ ദൈവത്തിൽ സന്തോഷിക്കാൻ കഴിയട്ടെ അപ്പാ. കർത്താവിൽ സന്തോഷിക്കാൻ കഴിയട്ടെ അപ്പാ. കർത്താവിൽ സന്തോഷിക്കാൻ കഴിയട്ടെ അപ്പാ. ദൈവിക അനുഭവങ്ങളിൽ ബലപ്പെടുവാൻ കഴിയട്ടെ അപ്പാ. ദൈവിക നിറവിൽ ബലപ്പെടുവാൻ കഴിയട്ടെ അപ്പാ. ഈ കുടുംബങ്ങളിലെല്ലാം വലിയ അത്ഭുതങ്ങളുണ്ടാകട്ടെ. ഈ കുടുംബങ്ങളിലെല്ലാം വലിയ അത്ഭുതങ്ങളുണ്ടാകട്ടെ. ഈ കുടുംബങ്ങളിലെല്ലാം ദൈവത്തിൻ്റെ കൃപ ചലിക്കട്ടെ അപ്പാ. നിൻ്റെ പ്രവൃത്തിക്കായി നന്ദി പറയുന്നു യേശുവേ.
നിൻ്റെ പ്രവൃത്തിക്കായി നന്ദി പറയുന്നപ്പാ. നിൻ്റെ പ്രവൃത്തിക്കായി നന്ദി പറയുന്ന കർത്താവേ. മനസ്സിടിഞ്ഞു പോയവരെയൊക്കെ കരുതണമേ അപ്പാ. കർത്താവേ, ബലത്തെ പകരുന്ന അവിടുത്തെ കരം അവരോടൊപ്പമുള്ളത് അവർ അനുഭവിക്കട്ടെ അപ്പാ. അവർ ഇടിഞ്ഞു പോയെടുത്ത്, അവർ തളർന്നു പോയെടുത്ത്, ഒറ്റപ്പെട്ടു പോയെടുത്ത് എല്ലാം അവർ കർത്താവിനെ അനുഭവിക്കട്ടെ അപ്പാ. ദൈവത്തിൽ ബലപ്പെടുവാൻ അപ്പാ അവിടുന്ന് കൊടുക്കുന്ന കൃപയ്ക്കായി നന്ദി പറയുന്നു കർത്താവേ. ഓഫീസിലായിരിക്കുന്ന ഒറ്റപ്പെടലുകൾ നിമിത്തം വളരെ പ്രയാസത്തോടായിരിക്കുന്ന, വളരെ സമ്മർദ്ദത്തിലായിരിക്കുന്ന, എനിക്ക് കരഞ്ഞു നിലവിളിക്കുന്ന ഒരു വ്യക്തിയെ കാണാം. ആ വ്യക്തിയെ കർത്താവ് ആശ്വസിപ്പിക്കുന്നത് കാണാം. ആ സാഹചര്യങ്ങളിൽ ദൈവത്തിൻ്റെ കൃപ ചലിക്കുന്നത് കാണാം. കർത്താവേ, നിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്നപ്പാ. നന്ദി പറയുന്നു കർത്താവെ. അതേപോലെ വേണ്ടപ്പെട്ട ഒരാൾ മരിച്ചതിനെ തുടർന്ന് പ്രയാസത്തിലായിരിക്കുന്ന ഒരു വ്യക്തിയെ കാണാം. ഹാലോ ഷേഖലോ ധരേ ശകരം ധരേഖലോ. നന്ദി പറയുന്ന കർത്താവേ, നന്ദി പറയുന്ന യേശുവേ, നന്ദി പറയുന്ന കർത്താവേ, നന്ദി പറയുന്നപ്പാ. നിൻ്റെ കൃപയ്ക്കായി സ്തോത്രം, നിൻ്റെ കൃപയ്ക്കായി നന്ദി. ഹാലലുയ. ഈ കുടുംബങ്ങളിലെല്ലാം ദൈവത്തിൻ്റെ പ്രവൃത്തി ഉണ്ടാകട്ടെ അപ്പാ. ദൈവത്തിൻ്റെ കൃപ ചലിക്കട്ടെ അപ്പാ. ദൈവത്തിൻ്റെ കൃപ ചലിക്കട്ടെ അപ്പാ. ദൈവത്തിൻ്റെ കൃപ ചലിക്കട്ടെ അപ്പാ. നീർക്കെട്ടുള്ള ചിലരെ കർത്താവ് സൗഖ്യമാക്കുന്നത് കാണാം. ശരീരത്തിൽ വയറ്റിലും കാലുകളിലും നീര് വരുന്ന ചിലരെ കർത്താവ് തൊടുന്നത് കാണാം. കർത്താവെ, ഈ സമയം നീർക്കെട്ടുള്ളവർ ശരീരത്തോട്ട് കൈവച്ചാട്ടെ അപ്പാ. യേശുവിൻ്റെ നാമത്തിൽ അവർ ഇപ്പോൾ സൗഖ്യമാകട്ടെ അപ്പാ. അവർ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ ചലിക്കട്ടെ അപ്പാ. സ്വർഗീയ പിതാവേ, എന്നോടൊപ്പമായിരിക്കുന്ന ഓരോ കുടുംബങ്ങളും അവിടുത്തെ സ്നേഹത്തെയും കൃപയൊക്കെ അനുഭവിക്കട്ടെ അപ്പാ. അവിടുത്തെ കൃപയൊക്കെ അനുഭവിക്കട്ടെ അപ്പാ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. കർത്താവെ, പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേൽ വലിയ അത്ഭുതങ്ങളുണ്ടാകണം. പ്രാർത്ഥന കേൾക്കും യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമീൻ. കർത്താവിൻ്റെ വലിയ അനുഭവങ്ങളിൽ ഓരോ ദിവസവും നമുക്ക് വളർന്നു വരാം. ഗോഡ് ബ്ലെസ് യു.